ഹലോ ഗൈസ്, ഇന്ന് റൊണാൾഡോനെ വരയ്ക്കുന്നതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ആർട്ടിസ്റ്റ് ആൻഡ് ബി ഡി എന്ന് പറഞ്ഞ ഇയാളടുത്ത് നിന്നാണ് ഒരു യൂട്യൂബ് ചാനലിനടുത്ത് നിന്നാണ് കാണുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ റിയലിസ്റ്റിക് വീഡിയോ എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കാം. വരച്ചു തരുന്നുണ്ട്. നല്ല ഷെയ്ഡൊക്കെ കൊടുക്കണ സീനായിരിക്കും. കുറച്ചടിച്ചിടാം, കൊറ്റാളുള്ളത് കൊടുക്കണ്ടേ. നല്ല നിങ്ങൾ പറയാ എൻ്റെ അല്ല, വേറെ യൂട്യൂബ്. അപ്പോൾ നമ്മളെ ആർട്ടിസ്റ്റിൻ്റെ കുറേ വീഡിയോ എന്തായാലും ചാനലിൽ അപ്ലോഡ് ആയിട്ടു. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വരയ്ക്കുന്ന സീനാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്താണ് ഗൈസ്, നമുക്കൊരു 17 സബ്സ്ക്രൈബേഴ്സ് ആയിക്കുള്ളൂ. ഒരു 100 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. അല്ല 50 ലൈക്ക് സബ്സ്ക്രൈബ് വേഗമാക്ക്. സ്പീഡിലടിച്ച് പോകാം. കുറച്ച് ചെയ്ത് വരയ്ക്കണം കേട്ടോ. ഇപ്പം നോക്കി ഇങ്ങനത്തൊക്കെ വരച്ചു. ഇപ്പോൾ കഴുത്ത വരയ്ക്കാനുണ്ട്. അപ്പോൾ റിയലിസ്റ്റിക് വീഡിയോ എന്നാണ് പറഞ്ഞത്. എങ്ങനെ അറിയില്ല. റിയലിസ്റ്റിക് വീഡിയോ ഇല്ല. ഞാൻ നോക്കി നോക്കാം. നമുക്ക് ലാസ്റ്റ് വീഡിയോ കൊടുക്കണല്ലേ. ഫ്രണ്ട്സ് ഡ്രോയിങ്ങില്ല രീതി ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി രസമുണ്ട്. പക്ഷെ ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ പെൻസിൽ ഡ്രോയിങ് എന്ന് തോന്നി, അറിയില്ല. ലാസ്റ്റ് കളറൊക്കെ അടിക്കിട്ട് ഇതൊക്കെ ഈ ഊഹം കണ്ടിട്ട് എനിക്ക് തോന്നാത്ത പെൻസിൽ ഡ്രോയിങ് അങ്ങനെ തോന്നുന്നു. മറ്റൊരു നോക്കാം നമുക്ക്. അങ്ങനെ ഇതൊക്കെ ആക്കിയിട്ട് പെൻസിൽ ഡ്രോയിങ് ഇതൊരു ലോങ് വീഡിയോ ആകുന്നുണ്ട്. കുറച്ചൊക്കെ ഉണ്ടാവും. നമുക്കിത് റൊണാൾഡോനെ കുറച്ച് ഫേമസ് ആണ്. വീഡിയോന് എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് നോക്കട്ടെ. 226 സബ്സ്ക്രൈബേഴ്സ്. നമുക്ക് അത്രയ്ക്ക് എത്തിക്കില്ല. ഡ്രോയിങ് ശരിയല്ലെങ്കിൽ ലൈക്ക് കമൻറ്റ് പറയാം. ഇതല്ല, ഞാൻ 2 വീഡിയോ ഇട്ടില്ല. ഒന്ന് സഞ്ജീവിൻ്റെയും പിന്നെ ഒരു മനുഷ്യൻ മറ്റേ 2 വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിന് സബ്സ്ക്രൈബേഴ്സ് ഒരു ലൈക്കും കിട്ടിയിട്ടില്ല. 8 വ്യൂസ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കമൻറ്റ് പോലും ഇല്ല. ഒരു കമൻറ്റ് ഞാൻ ഇട്ടിട്ട്, പക്ഷെ അത് എൻ്റെ വേറൊരു അക്കൗണ്ട് തന്നെയാണ്. എന്താണ് ഗൈസ്, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. കണ്ണൊക്കെ അടിക്കുന്ന ഡീറ്റെയിൽസ് നോക്ക്. പെൻസിൽ ഡ്രോയിങ് തന്നെയാണ്. റിയലിസ്റ്റിക് കണ്ണു എൻ്റെ മോനെ. പിറകൊക്കെ അടിക്കുന്ന നോക്ക്. നമുക്ക് അത് നമ്മൾ ക്യാമറ ഫോണിൻ്റെ ഇത് ലൈറ്റാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേറെ ഫോൺ മാറ്റിയല്ല, ഒരു കാര്യമാക്കി നമ്മളിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ സാധനം ഇതിലാണ് ഇതാക്കുന്നത്. അതുപോലെ നമുക്ക് ആക്കാം. അങ്ങനെ ആക്കാൻ നോക്കാം. വരയ്ക്കുന്നൊക്കെ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ മാത്രം നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. ഞാൻ വരയ്ക്കുന്ന വീഡിയോ ഒക്കെ കാണും. പക്ഷെ എനിക്കെന്താ വരയ്ക്കേണ്ടതെന്നും പറ്റില്ല, അറിയില്ല. ഇന്ന് ഞാൻ ഇമ്പ്രൂവ് ആവണം. ഡ്രോയിങ്ങൊക്കെ പഠിച്ചിട്ട് ഇമ്പ്രൂവ് ആവണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഞാൻ നല്ലോണം വരയ്ക്കാൻ പറ്റും. സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ല മറ്റേ മൂക്കിൻ്റെ ഇതാണ്
നമുക്ക് അവിടെ ഷെയ്ഡിങ് ചെയ്യാം. നമുക്ക് എന്നിട്ട് അവിടെ പിന്നെ ഇതപ്പോൾ പിരികം വരയ്ക്കണ്ടി, രണ്ടാമത്തെ പിരികം വരയ്ക്കണ്ടി. ഇത്ര റിയലിസ്റ്റിക് അല്ലേ? കണ്ണൊക്കെ റിയലിസ്റ്റിക് ഉണ്ട്. ഈ ബ്രോയിന് സപ്പോർട്ട് ചെയ്യാം. ഓലൊക്കെ 1 മില്യൺ അടുപ്പിക്ക്, നമ്മളൊരു 100K എങ്കിലും അടിച്ചാൽ മതി. നമുക്കൊരു 100K അടിച്ചാൽ മതി, അത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. പ്ലേ ബട്ടൺ കിട്ടുന്നുണ്ട് ആഗ്രഹമുണ്ട്. അപ്പം അവിടെ ഷെയ്ഡിങ്ങൊക്കെ ചെയ്തിറങ്ങുന്നുണ്ട്. എൻ്റെ മോനെ ഈ ബ്രോനെ സമ്മതിക്കണം. ഞാൻ കുറച്ച് ദിവസം ഞാൻ എൻ്റെ വീഡിയോ ഇടുന്നില്ല. ഞാൻ ഇങ്ങനത്തെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാണ്, വേറെ ഓരോ വീഡിയോ ഒക്കെ ഞാൻ ഇമ്പ്രൂവ് ആവട്ടെ എന്നൊക്കെ കണ്ടിട്ട്. വരയ്ക്കാൻ തീരെ പറ്റുന്നില്ല, നല്ലൊരു ഇത് കൊണ്ടിട്ട് സ്കെച്ചൊക്കെ വന്നതായിരുന്നു ബേസിക്കലി. കളറൊക്കെ ചെയ്യാൻ അതില്ല. അങ്ങനത്തെ സാധാരണ സ്കെച്ചല്ല, വേറെ സ്കെച്ചില്ലേ, സ്കെച്ചിൽ തന്നെ സംഭവം, എൻ്റെ പേരെന്താ അറിയില്ല. പിന്നെ ഫേബർ കാസ്റ്റിൻ്റെ പെൻസിലും വാങ്ങും. എൻ്റെ ഒരു പെൻസിലുണ്ട്, പക്ഷേ ഇത് 2B എന്ന് പറഞ്ഞ എന്തോ അങ്ങനത്തെ ഇതില്ലേ ഡ്രോയിങ് പെൻസിൽ. ഒരു ബ്ലാക്ക് ഞാൻ കാണിച്ചില്ല അടുത്ത വീഡിയോയിൽ. ഇങ്ങനെ ഉപയോഗിക്കേണ്ട ഡ്രോയിങ്, ഞാൻ ഇതിലൊരു കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഉപയോഗിക്കേണ്ട ഡ്രോയിങ്ങിന് ഉപയോഗിക്കേണ്ട ഫേബർ കാസ്റ്റിലെ പെൻസിൽ, ഫേബർ കാസ്റ്റിലെ ഡ്രോയിങ് പെൻസിൽ. പൈസ ഉള്ളവർക്ക് പൈസ വാങ്ങാം, പൈസ ഇല്ലാത്തവർക്ക് കുറച്ചും കൂടെ നമുക്ക് പൈസ ആയിട്ട് വാങ്ങാം. പിന്നെ ഫേബർ കാസ്റ്റിൻ്റെ എന്താ പറയുക, ഫേബർ കാസ്റ്റിൻ്റെ തന്നെ ഒരു കളർ പെൻസിലുണ്ട്, അതൊക്കെ വാങ്ങാം. പക്ഷേ നല്ല വരയ്ക്കാൻ കഴിവുള്ളവർക്ക് വാങ്ങാം, നോക്കുന്ന വാങ്ങിക്കോ. പിന്നെന്താ എനിക്കറിയില്ല, ഞാൻ അത്ര അറിയുള്ളൂ എനിക്ക്. പിന്നെ അങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ അങ്ങനത്തെ സ്കെച്ച് വാങ്ങിയ. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ കമൻറ്റ് പറയാം. അങ്ങനെ ഷെയ്ഡിങ് കൊടുക്കാൻ ചെയ്യാനല്ലേ റിയലിസ്റ്റിക് ക്രിസ്ത്യാനോ റൊണാൾഡോ, ഈസി പെൻസിൽ സ്കെച്ച്. ഇങ്ങനത്തൊക്കെ വരയ്ക്കാൻ നമുക്കത് കഴിവ് മതി, നമ്മുടെ കയ്യിനത് കഴിവാണ്. എൻ്റെ മോനെ ബ്രോനെ സമ്മതിക്കണം, ബ്രോനെ സപ്പോർട്ട് ചെയ്യാം. ബ്രോൻ്റെ പേര് ആർട്ടിസ്റ്റ് ആൻഡ് ബീഡി എന്നാട്ടോ പേര്. ആർട്ടിസ്റ്റ് എന്താണ് പേര് എനിക്കറിയില്ല. ആർട്ടിസ്റ്റ് എന്ന് മേടിച്ചാൽ നമുക്കൊരു ഫീലിംഗ് മൊത്തം റൊണാൾഡോ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാർക്ക് കമൻറ്റ് പറയാം. നമ്മൾ കമൻറ്റൊക്കെ ഫുള്ളാക്കി പിന്നെ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട. പെൻസിലൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷെ പഠിക്കാനൊന്നും അറിയില്ല. എൻ്റെ ഡ്രോയിങ് ബുക്ക് വാങ്ങണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഈ മറ്റൊരു ബിഗ് സപ്പോർട്ടും കൊടുത്തോ. ടാറ്റ ബൈ ബൈ. ഇത്രയാണ് വീഡിയോ ഉള്ളൂ. ടാറ്റ.